ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ട് പോത്തും കാല്, അതുപോലെ ബീഫ് കറി. നമ്മളിത് ബീഫിൻ്റെ കുറച്ച് പോത്തും കാലും മേടിച്ചിട്ടുണ്ട്, നല്ല ബീഫ് മേടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നൊരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബീഫിൻ്റെ എല്ലിനകത്തു നിന്നുള്ള മജ്ജയൊക്കെ ഇറങ്ങി ആ ഒരു ഫ്ലേവറും ബീഫിൻ്റെ ഇതൊക്കെ നമുക്ക് കിട്ടും. നല്ലൊരു അടിപൊളി കറിയാണ്. കുറച്ച് സമയം എടുക്കും, 2-3 മണിക്കൂർ എടുക്കും. അതിൻ്റെ കൂടെ ഇത് കഴിക്കുന്നത് മന്തി റൈസിൻ്റെ കൂടെ. അപ്പോൾ 2 ഷെഫുമാർ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇനി കുക്കിംഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മൾ ഒട്ടുപാൽ വെച്ചിട്ടോ തീ പിടിപ്പിക്കുന്നത്. കാരണം ഒട്ടുപാൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിക്കോളും. നമ്മൾ ഈ ചൂട്ടവും മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലേ കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ ഇങ്ങനെ ഇതിനകത്ത് പ്ലാസ്റ്റിക് പോലെ ഉരുകി ആദ്യം കുറച്ച് നേരം തീ അവിടെ നിന്നോളും. കണ്ടോ, ഒരു ഇച്ചിരി ഒട്ടുപാലിട്ടിപ്പോൾ ഇതിപ്പോൾ ഇവിടെ എല്ലാവരും രാവിലെ തീയൊക്കെ പിടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്ന് വിചാരിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ കൂട്ടുകയാണെന്നുള്ളതല്ല, ജസ്റ്റ് തീ പിടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തുംകാലും ബീഫും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് അതിന് വേണ്ട ചേരുവകൾ ചേർക്കാം. ആദ്യം കുറച്ച് നമ്മൾ പാകം ഉപ്പ് അങ്ങ് ഇടണം. അതിനുശേഷം നമ്മൾ മസാല സ്പൈസസ് ഉണ്ട്. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. എരിവ് കുറച്ച് കുറേ കിട്ടും, എന്നാലും കളറ് നന്നായിട്ട് കിട്ടും. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല. അതിനുശേഷം നമുക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളിതൊരു മൊത്തത്തിലൊരു 7 കിലോ ഉണ്ടാവും. അപ്പോൾ ഒരു കിലോ സവോള നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. സ്ലൈസ് ആയിട്ട് സവോള ഒരു ഏപ്പില. നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് വേകാറാകുമ്പം വെളിച്ചെണ്ണ ഇതെല്ലാം വേണം. നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അങ്ങനെ സംഭവങ്ങൾ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കറകടുപ്പിലായതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് മൂടി അങ്ങ് വെച്ചിട്ട് നമ്മളിനി 1 മണിക്കൂർ കഴിയുമ്പോൾ തുറന്നാൽ മതി. ഇപ്പോൾ ഷെഫ് എല്ലാ മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വേവിക്കാൻ പോകണം. ഇത് മറിക്കുമ്പോഴില്ലേ
ബീഫ് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോത്തുംകാലും ബീഫും കൂടി മിക്സായിട്ട് വെന്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു മന്തി റൈസ് ആണ് നമ്മൾ കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടത് നമ്മളിപ്പോൾ 2 കിലോ മന്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മന്തി റൈസാണിത്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഉണക്കനാരങ്ങ, പച്ചമുളക്, കുറച്ച് സ്ലൈസ് ഒനിയൻ, ടൊമാറ്റോ സ്ലൈസ്, ക്യാപ്സിക്കം, പിന്നെ മട്ടൻ്റെ ഫാറ്റ് കുറച്ച് വേണം, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ ഇതിനകത്ത് വേണ്ടത് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാഗി ക്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സ്പൈസസ് കൊറിയാണ്ടർ, സിനമൺ സ്റ്റിക്ക്, കാർഡമൻ, പെപ്പർ, പിന്നെ നമ്മൾ ബ്ലാക്ക് മല്ലിയില്ലേ, ഉണക്കമല്ലി പൊടിക്കാത്തത്, പിന്നെ നമ്മുടെ ഒരു സ്പൈസസ് ഉണ്ട് മന്തി മസാല. ഇത് നമ്മുടെ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് പൊടിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇത് യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മളിപ്പോൾ മന്തി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ഒനിയൻ, അതിനുശേഷം നമ്മൾ മട്ടൻ്റെ നെയ്യ്, നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് വെച്ചത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. അത് ശരിക്കും ഒന്ന് സോട്ട കാണാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഗരം മസാലയില്ലേ, മല്ലി, ഉണക്കമല്ലി, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സാക്കി ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ക്യാപ്സിക്കം, ടൊമാറ്റോ, അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് ഫുള്ളായിട്ടുള്ളത് ഒരു 4 ഉണക്കനാരങ്ങ, കുറച്ച് മാഗി ക്യൂബില്ലേ, കുറച്ച് മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മളിതിന് ശേഷം നമ്മുടെ പാകത്തിന് വെള്ളം, അതായത് നമ്മൾ 2 കിലോ അരിയാണ് എടുത്തത്. അപ്പോൾ ഒരു 4 ലിറ്റർ വെള്ളം, മന്തി റൈസ് ആയതുകൊണ്ട് വേഗം കുറച്ച് താമസം ഉണ്ട്, അതുകൊണ്ട് 4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി റൈസ് ഇടാൻ പോവാണ്. വെള്ളം തിളച്ചു. അപ്പോൾ നമ്മുടെ കുക്ക് ചെയ്ത് വന്നപ്പോൾ സമയം കുറച്ച് ലേറ്റായി. അതുകൊണ്ട് നമ്മൾ അടുപ്പൊന്ന് ഷിഫ്റ്റ് ചെയ്തു ഇപ്പുറത്തേക്ക്. അതാണ് ഇച്ചിരി താമസിച്ചേ. അപ്പോൾ നമ്മൾ റൈസ് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വെക്കാം. നമുക്കിപ്പോൾ മൂടി വെക്കാം. ചാർക്കോൾ എടുത്തിട്ട് ഇത് ഇടുക. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഇല്ലെങ്കിൽ ഗീ, എന്നിരുന്നാൽ നമുക്ക് മൂടി വെക്കണം. ഇനി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഇത് അപ്പം നമ്മുടെ പോത്തുംകാൽ റെഡി ആയിട്ടുണ്ട്. അത് വാങ്ങുന്നതിന് മുമ്പ് അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്തിട്ടാണ് ഇതിപ്പം വാങ്ങിയിരിക്കുന്നത്. നല്ല അട്ടിപ്പൊളി ബീഫ് കറി ഇതേ ഇതിൻ്റെ മേലോട്ട് വിളമ്പും കേട്ടോ. കണ്ടോ, ബീഫ് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, നല്ല അതിനകത്തുള്ള എല്ലിൻ്റെ അകത്തുനിന്നുള്ള നെയ്യും മജ്ജയൊക്കെ ഇറങ്ങിയിട്ടേ നല്ല കിടുക്കൻ ടേസ്റ്റ്. മന്തി റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളുടെ പോത്തുംകാലിന്റെ ചുറ്റിനും ഇട്ടുവാണ് കേട്ടോ. സൂപ്പർ ആയിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. മന്തി റൈസിന്റെ ലുക്കൊക്കെ ഉണ്ടോ. നമ്മള് പരിപാടി ഏകദേശം 3 മണിക്ക് തുടങ്ങി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഒന്നും തീർന്നില്ല. കുറച്ചും കൂടെ നേരത്തെ തുടങ്ങണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായി. സംഭവം ഇപ്പോഴാണ് റെഡി ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ മന്തിയുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടില്ല. മന്തി റൈസും ബീഫ്, അതായത് നമ്മുടെ പോത്തിൻ്റെ കാലും പോത്തിറച്ചിയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി കറി ഇവിടെ റെഡിയാണ്. അപ്പം നമ്മളിത് അടിപൊളിയായിട്ടൊന്ന് കഴിക്കാൻ പോവാണ്. അപ്പം കഴിക്കുന്ന വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അപ്പം കഴിക്കാം.
ആദ്യമായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് മന്തി കഴിക്കുന്നത്. ഞാൻ ഇതുവരെ അടിപൊളി റൈസ്. ഇതാണോ നമ്മുടെ ഷെഫ് സ്റ്റീഫൻ മണി? പുള്ളി ഹോട്ടലിലെ ഷെഫായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. എവിടെ തുടങ്ങുന്നത് അറിയുന്നില്ല. ഇതുകൊണ്ടോ നല്ല അടിപൊളി സൂപ്പർ പോത്തങ്കാല് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതല്ലേ ചില സാധാരണ ബീഫ് കറി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണ് അതിനകത്ത് കുറച്ച് എല്ലും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഇതുപോലത്തെ വലിയ മറ്റേ നമ്മുടെ പോത്തിന്റെ കാലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള മജ്ജയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, സൂപ്പറായിട്ട്. നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഇതിനകത്ത് ഓൾറെഡി ഇതുണ്ട്, ഇത് ഓൾറെഡി ഹോളായി പോയി, ഓൾറെഡി മജ്ജ ഇറങ്ങി. നമുക്ക് വേറെ ഒരെണ്ണം എടുത്ത് നോക്കാം. ഇതാ സൂപ്പർ. ഇതുണ്ടോ, ഇതാണ് ബീഫിന്റെ മജ്ജ. ഞങ്ങള് ഈ ഫുഡും ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.